ബൈത്തു സക്കാത്തിനെ പറ്റി പുതിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഹാജിക്ക് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ? ബൈത്തുൽ സക്കാത്തിനെ പറ്റി ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ എനിക്കൊന്നും പറയാനുള്ള അർഹതയൊന്നുമില്ലല്ലോ. പക്ഷേ ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന സക്കാത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, ബുനിയൽ ഇസ്ലാം അല ഹംസിൻ, അക്ഷരങ്ങൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാം 5 സ്തൂപങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന നബി സല്ലല്ലാഹു അലൈഹി ഇവിടെ പറച്ചലിന് വിധേയമായിട്ടാണ്. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നമുക്കുള്ള ഒരു കണ്ടീഷനാണ് സക്കാത്ത്. അപ്പോൾ ആ സക്കാത്ത് നിസ്കാരം പോലെ നോമ്പ് പോലെ തന്നെ അള്ളാഹുവിൻ്റെ അവൻ്റെ അടിമകൾക്ക് നിർബന്ധമാക്കിയ ഒരു അമലാണ് സക്കാത്ത്. അത് എങ്ങനെ വേണം? ആ സക്കാത്ത് ആർക്കാണ് ബാധകം? ആരൊക്കെയാണ് കൊടുക്കേണ്ടത്? എത്രക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? എത്രയാണ് കൊടുക്കേണ്ടത്? ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? എത്ര വീതമാണ് കൊടുക്കേണ്ടത്? എല്ലാം വളരെ വിശദമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടില്ലേ? നമുക്ക് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ പിന്നെ ഞാനും നിങ്ങളും എന്തെങ്കിലും അതിൻ്റെ പേരിൽ പുതിയ ഒന്ന് ഉണ്ടാക്കാൻ തുനിഞ്ഞാൽ അതിന് അർത്ഥമൊന്നുമില്ല, ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഖുർആനിന് വിരുദ്ധമായിട്ടോ ഖുർആനിൻ്റെ ടിപ്പണിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടൊന്നും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് നമുക്ക് ബദൽ കാണാനൊന്നും പാടില്ല. ഏതോ ഒരു വിഷയത്തിൽ ഖുർആനിലുള്ളതിനേക്കാളും കുറച്ചെന്തോ കടന്ന് ചിന്തിച്ച് പോയ ഒരു സംഭവം ഞാനിവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. സൂക്ഷ്മമായിട്ട് നിങ്ങൾ തിരുത്തി എഴുതിക്കോ. ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, നീ എങ്ങാനും അങ്ങനെ ചിന്തിച്ച് പോയിരുന്നുവെങ്കിൽ, ചെയ്തു പോയിരുന്നുവെങ്കിൽ നിൻ്റെ കരണ ഞരമ്പ് ഞാൻ മുറിച്ച് കളയുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തിന് ഭേദഗതി പറയുന്ന ഒരു സംഗതി അള്ളാഹ് അംഗീകരിച്ചു തരില്ല. ഇപ്പം ബൈത്തുൽ സക്കാത്തിനെ കുറിച്ച് മാധ്യമം പത്രത്തിൽ ഒരു ഫുൾ പേജ് പരസ്യം വന്നിരിക്കുന്നു. അത് അള്ളാഹ് പറയാത്തതാണ്. ആ പരസ്യത്തിന് എന്താ പ്രസക്തി? ഇപ്പം നിസ്കാരത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ബൈത്തുൽ സക്കാത്തിൻ്റെ സ്ഥലത്ത് ബൈത്തുൽ സലാത്ത് എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിന് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും? സക്കാത്ത് അള്ളാഹിൻ്റെതല്ലേ. അതല്ല തീരുമാനിച്ച പ്രകാരം, അല്ല പറഞ്ഞ പ്രകാരം അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾ, ബാധ്യതപ്പെട്ട ആളുകൾ അർഹതയുള്ള ആൾക്ക് എത്തിച്ചു കൊടുത്തോട്ടെ. എങ്ങനെയാണ് കൊടുക്കേണ്ടത് പിടിക്കേണ്ടതെന്നൊക്കെ അള്ളാഹു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കൊടുത്താൽ മതി. അതിന് 7-8 വകുപ്പ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. 9ാമത്തെ ഒരു വകുപ്പ് കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുവിൻ്റെ പ്രവാചകന് പോലും ഒരു അധികാരമില്ല. ആ 8 സ്ഥലത്ത് നിൽക്കണം. ആ 8 അവകാശികളും അല്ലെങ്കിൽ 8 അർഹരായ ആളുകൾ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇസ്ലാം ലോകമതമാണ്. ദുനിയാവിൻ്റെ ഭൂമിയുടെ 1-ാം തീയതി മുതൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. അപ്പോൾ അതിൽ സക്കാത്ത് ഒരു ഐറ്റമാണ്. അപ്പോൾ ആ സക്കാത്തിന് പല ഘട്ടങ്ങളിൽ പല ആവശ്യകതകൾ നേരിടും. ഉദാഹരണത്തിന് അതിൽ ആമിലീന അലിയാതില്ലേ, അത് ഉദ്യോഗസ്ഥന്മാരാണ്. അതെപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതോ ഒരു നൂറ്റാണ്ടിൽ ഒരു ഇസ്ലാമിക ഭരണം വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ഒരു ബൈത്തുൽ മാൽ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അന്നേരം അതിൻ്റെ ആമിലീങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർ അതിൻ്റെ അവകാശികളായിട്ട് അള്ളാഹ് അവിടെ കണക്കാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഈ 360 ദിവസവും ഈ 8 അവകാശികളെ തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സക്കാത്ത് ഈ 8 അർഹതപ്പെട്ട ആളുകളിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം. അത് എത്ര വെച്ച്, എത്ര ശതമാനം വെച്ച് എന്നൊന്നും അല്ല പറഞ്ഞിട്ടില്ല. അതെല്ലാം കൂടി ഒരാൾക്ക് കൊടുത്താലും സക്കാത്ത് വീടും. 8 അവകാശികളിൽപ്പെട്ട മിസ്കീന് കൊടുത്താലും സക്കാത്ത് വീടിക്കൊള്ളും. സക്കാത്ത് കൊടുത്തിരിക്കണം. സക്കാത്ത് എൻ്റെ മേക്കുണ്ടാകാൻ പാടില്ല. അത് കരടാണ്, അത് നീക്കിക്കളയേണ്ടതുണ്ട്. അപ്പോൾ അതിന് 8 ഓഹരിയിൽപ്പെട്ട ആർക്കെങ്കിലും നീ കൊടുത്തോ,
എന്ന് പറഞ്ഞാൽ നീ കൊടുത്താൽ മതി. അതിന് വേറെ സംവിധാനങ്ങളൊന്നും ആരും ഉണ്ടാക്കേണ്ടതില്ല, ആരും അതിൻ്റെ പുറകെ നടക്കുകയും ചെയ്യേണ്ടതില്ല. ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ബോധ്യപ്പെട്ടു പോയ ഒരു യാഥാർത്ഥ്യം. സക്കാത്ത് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാൻ ഏതാനും വർഷം ഇരുന്നപ്പം എൻ്റെ സുഹൃത്ത് അബ്ദുസ്സലാം മൗലവി എന്നെ തിരുത്തിയപ്പം എനിക്ക് വളരെ ബോധ്യമായി, ശരിയാണല്ലോ, അള്ളാൻ്റെ ഈ മുതൽ വാങ്ങി കൈകാര്യം ചെയ്യുന്നതിന് എനിക്കെന്താ അർഹത ഉള്ളത്? അത് ഞാൻ കൈകാര്യം ചെയ്താൽ ശരിയാവുമോ? അതതിൻ്റെ വ്യവസ്ഥ പ്രകാരം ആവുമോ? ഞാൻ കൊടുക്കുന്ന ആൾ കൊടുക്കേണ്ട ആൾ തന്നെയാണോ? എനിക്കറിയാമോ ആരാണെന്താണെന്ന്? അപ്പോൾ വേണ്ടതില്ല. കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആൾ വാങ്ങാൻ അർഹതയുള്ള ആളെ കണ്ടെത്തിയിട്ട് കൊടുത്തോളണോ? അതും അയാളുമായിട്ട് ആകേണ്ട ഇടപാടാണത്. നിസ്കാരം പോലെ നമ്മളിപ്പോൾ ഞാൻ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂലി കിട്ടൂലല്ലോ. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാ എന്നോട് ചോദിക്കില്ലല്ലോ. അതുപോലെ ഞാൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളോട് അള്ളാഹ് ചോദിക്കില്ല. നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ സക്കാത്ത് കൊടുത്തിരിക്കണം, നിസ്കാരം നിർവഹിച്ചിരിക്കണം, നോമ്പ് നോറ്റിരിക്കണം, ഹജ്ജ് ചെയ്യണം എന്നല്ലുള്ള എൻ്റെ ബാധ്യത ഞാൻ 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 എനിക്ക് ബോധ്യപ്പെട്ടിട്ട് ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതിൽ ഞാനും അള്ളയായിട്ടുള്ള ഇടപാടാണ്. ആ വിഷയത്തിൽ ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുന്ന ആ പരസ്യം ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയേണ്ടതാണ്. അതുണ്ടാകാൻ പാടില്ല. മാത്രമല്ല സക്കാത്തിന് ഒരു പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനൊന്നും യാതൊരു ന്യായീകരണവുമില്ല. ഇതൊക്കെ നമുക്ക് സംഭവിച്ചു പോകുന്ന പാളിച്ചകളാണ്, നമ്മളെ വിവരക്കേട് കൊണ്ടുണ്ടാകുന്നതാണ്. അത് അവിടെയാണ് മതപ്പാർട്ടികൾ നമ്മളെ വഴികേടിലാക്കുന്നത്. താങ്കൾ നല്ല ഒരു സിനിമാ പ്രേമിയായിരുന്നു. സിനിമാ പ്രേമം എന്നുള്ളത് അങ്ങനെ ഒരു സ്ഥായിയായ എന്തെങ്കിലും ഇസ്ലാം മതവിശ്വാസം പോലെയൊന്നുള്ള ഒന്നൊന്നല്ല. ചെറുപ്പത്തിൽ മറ്റ് മേഖലകളിലൊന്നും വേണ്ടത്ര വിവരമൊന്നും ഇല്ലാത്ത കാലത്ത് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഫോർമുല സിനിമ കാണുക എന്നുള്ളത് കുറേ നേരം പോക്കിനുള്ള ഒരു മാധ്യമമായിട്ട് കണ്ടെത്തി സിനിമകൾ കണ്ടു. പക്ഷേ സിനിമകൾ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. സിനിമകളിൽ നിന്ന് പഠിച്ച പല പാഠങ്ങളും ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. മുസ്തഫ അക്കാദ് എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവുണ്ട്. അദ്ദേഹം ഇറക്കിയ ഒരു ഫിലിമുണ്ട്, മെസ്സേജ്, ഒരു സിനിമ. അതിൻ്റെ അറബിയും മലയാളം പതിപ്പുമെല്ലാം ഉണ്ട്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് കുറഞ്ഞത് ഒരു 50 തവണയും കണ്ടിട്ടുണ്ട്. എൻ്റെ മോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്തിനാ കൂടെ കണ്ടുവന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞ മോളെ, ഇതാണ് ഇസ്ലാം, ഇതിൻ്റെ അകത്ത് ഇസ്ലാമുണ്ട്. ഈ മെസ്സേജ് എന്ന് പറയുന്ന ഫിലിം കണ്ടാലാണ് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠനം ഉണ്ടാവുള്ളൂ. അതായത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നബി കൂടെ ഉണ്ടായിരിക്കണം. നബിയോടൊപ്പം അല്ലാതെ ഒരു വിശ്വാസിക്ക് ജീവിതമില്ല. നബി ഇല്ലാതെ ഒരു വിശ്വാസിക്ക് ജീവിതമില്ല. ജീവിച്ച് മരിക്കണമെങ്കിൽ കൂടെ നബി വേണം. അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറിയും വലിയ കാര്യങ്ങളിൽ കൂടെ നബി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെസ്സേജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാഠം. അപ്പോൾ അത് ആ 23 കൊല്ലത്തെ കഥ അതിൽ ന്യായമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്ന വിശ്വാസികൾ നബിയെ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്തിരുന്നത്, അവരുടെ ജീവിതത്തിൽ നബിയുടെ സ്വാധീനം എത്രത്തോളമായിരുന്നു, നബിയുടേതല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ലീവിങ് കോഴ്സ് അവർക്ക് വേറെ പരിചയമില്ലായിരുന്നു. അവർ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് പ്രോഫറ്റ് അംഗീകരിച്ചിട്ടുണ്ടോ, പ്രോഫറ്റ് അനുവദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഇസ്ലാം. അപ്പോൾ ആ ഇസ്ലാമിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ പല ഫിലിമുകളും ഇത്തരം ചില വിഷയങ്ങളിൽ ചില പാഠങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഖുർആനും ഹദീസും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സാമാന്യ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ
അതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക. അതാണ് എൻ്റെ സിനിമയോടുള്ള എൻ്റെ പ്രതിബദ്ധതയുടെ ഒരു 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 പോയിൻ്റ്. അതേ സമയത്ത് ഞാൻ 90 വയസ്സിൻ്റെ ഇടയിൽ ആദ്യത്തെ 20 കൊല്ലമാണ് സിനിമയോടൊപ്പം കഴിഞ്ഞു പോയത്. പിന്നീടുള്ള 70 കൊല്ലം അതിൽ നിന്ന് പിന്മാറിയിട്ട് ഞാൻ ഇസ്ലാമിനോടൊപ്പമായി, ഇസ്ലാമിക മേഖലയിലായിപ്പോയി. പിന്നെ എൻ്റെ ജീവിത ബന്ധങ്ങൾ അതിൽ പ്രത്യേകിച്ചും ഇസ്ലാമിലെ മതപ്പാർട്ടികളുമായിട്ടായിരുന്നു എൻ്റെ അടുപ്പം. അപ്പോൾ അന്നും ഇന്നും ഈ 70 കൊല്ലമായിട്ടും എനിക്ക് മതപ്പാർട്ടികളിലെ ഉന്നതന്മാരായ പണ്ഡിതന്മാരോട് അഭേദ്യമായ ബന്ധമായിരുന്നു, ആദരവായിരുന്നു, ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു. അവരെല്ലാവരെയും ഇപ്പോഴും ഞാൻ പഴയതുപോലെ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ മതരംഗത്ത് അല്ലെങ്കിൽ വിശ്വാസരംഗത്ത് എന്നേക്കാൾ കൂടുതൽ ഇസ്ലാമിക അവബോധമുള്ള ആളുകളാണ് അവർ എന്നൊരു ഒരു പിന്നെ വിശ്വാസം ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അവർക്കൊക്കെ അപകടം സംഭവിച്ചു പോയിട്ടുണ്ട്, വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അത് വേറെ തന്നെ വിഷയമാണ്. അത് അവരുടെ തഖ്വക്കോ അല്ലെങ്കിൽ ജീവിത വിശുദ്ധിക്കൊന്നും അത് ബാധകമല്ല. ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെ അവരുടെ വിശുദ്ധിയും അവരുടെ പ്രതിബദ്ധതയും അവരുടെ വിധേയത്വമൊക്കെ ഞാൻ നല്ലോണം പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്. പക്ഷേ അവർക്ക് മൊത്തത്തിൽ വഴികേടിലായിപ്പോയിട്ടുണ്ട്. അവർ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ ഭൂമി ജനവാസത്തിനുള്ളതാണ്. മനുഷ്യരാണ് ഇവിടെ ജീവിക്കേണ്ടത്. മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് ഭൂമി. അപ്പം ഇവിടെ മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ടത്. അതിലപ്പുറം ഒന്നാമത്തെ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം. അപ്പം ആദം അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യനാണ് ഭൂമിയിൽ ജീവിച്ചത്. അദ്ദേഹം അതേ സമയത്ത് പ്രവാചകനും കൂടിയാണ്. അപ്പോൾ ആ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിലാണ്. പക്ഷേ ആദം അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പരമ്പരയും ജീവിക്കേണ്ടത് ഭൂമിയിലാണ്. അതാണ് അള്ളാഹുവിൻ്റെ നിയമം. അപ്പോൾ ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ സ്വർഗത്തിൻ്റെ സുഖലോലുപത അനുഭവിച്ച് വളർന്നു വന്ന ഒരാളെ ഭൂമിയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് മാറ്റും പോലെയാണ് തോന്നുക. നമ്മളെക്കുറിച്ച് പറയുമല്ലോ, അദ്ദുനിയ സുജനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഭൂമി വിശ്വാസികൾക്ക് ജയിലാണ്, കാഫറുകൾക്ക് സ്വർഗവുമാണ്. അതുപോലെ ആദം അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഇത് ബോധ്യമുള്ള അള്ളാഹ് ആദമിൻ്റെ അന്വയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബിലീസിനെ നിയോഗിച്ചു. ഇബ്ലീസിൻ്റെ കുതന്ത്രത്തിൽപ്പെട്ടിട്ട് പ്രേരണയ്ക്ക് വിധേയനായിട്ട് ആദം അലൈഹിസ്സലാമിന് തെറ്റ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ലാഘവബുദ്ധിയോടെ കണ്ടു കളഞ്ഞു. അപ്പം തെറ്റ് ചെയ്തു. പെട്ടെന്ന് ആദം അലൈഹിസ്സലാമിന് മനസ്സിലായി, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധികൾക്ക് കോപത്തിന് പാത്രീഭൂതനാകാനുള്ള സ്ഥലത്ത് എനിക്ക് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്ന ബോധ്യത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം പശ്ചാത്തപിച്ചു. അപ്പോൾ അള്ളാഹു ഇടപെട്ടിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഏതായാലും നീ തെറ്റ് ചെയ്തു പോയ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഭൂമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് പോകുവാൻ ആദമിനെ തന്നെ കാരണക്കാരനാക്കിയിട്ട് ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ചു. ഭൂമിയിൽ പോയ ആദം അലൈഹിസ്സലാമിന് പിന്നെ പരമ്പരകളുണ്ടായി. അപ്പോൾ ഇന്ന് ലോകത്ത് കാണുന്ന ഇതുവരെ നമ്മൾ കണ്ട മുഴുവൻ മനുഷ്യരും ആദമിൻ്റെ സന്തതികളാണ്.
ആരും അതിൽ നിന്ന് ഒഴിവല്ല. അതായത് നൂഹ് നബി മുതൽ ഇദ്രീസ് നബി മുതൽ ഇങ്ങോട്ട് വന്നാൽ കാറൂനും ഹാമാനും ഫിറോനും അങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് വന്നാൽ അബൂജഹലും അബൂലഹബും അങ്ങനെ താഴത്തേക്ക് നമ്മൾ എണ്ണിയേണ്ടി വരുമ്പോൾ മഹാത്മാഗാന്ധിയും ഗോഡ്സെയും നരേന്ദ്രനും ആദിത്യനും ദിലീപ് കുമാറും അത്യോട്ട പോക്കറും എല്ലാം ആദമിൻ്റെ മക്കളാണ്. ആ ആളുകൾ ആദം അലൈഹിസ്സലാം എങ്ങനെയായോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ലോകാവസാനം വരെയുള്ള മനുഷ്യനും ഉണ്ടാകുക. 2 കൈ 2 കാല് ഒരു തല എല്ലാം ആയിട്ടാണ് ലോകാവസാനം ജനിക്കുന്ന ആളും ആദം അലൈഹിസ്സലാം പോലെ തന്നെ ഉണ്ടാവുള്ളൂ, മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കാണുന്ന ഇടക്ക് അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ 10 തല 20 കൈ ഊരക്ക് വാല്, അതെല്ലാം രാമാനന്ദ സാഗറിൻ്റെ സൃഷ്ടിയാണ്. അതൊന്നും അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല. ഒരു കാരണവശാലും അത് മനുഷ്യവർഗത്തിൽ പെടുകയേ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? സാമാന്യ ബുദ്ധിക്ക്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതൊന്നും ഒരിക്കലും നമുക്ക് കൊലപ്പെടില്ല. ആര് പറഞ്ഞാലും തിരിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കൊന്ന് കാണണ്ടേ? ആദം അലൈഹിസ്സലാമിൻ്റെ ശേഷം ഇപ്പോൾ ഈ ആദം അലൈഹിസ്സലാമിൻ്റെ ശേഷം ഇപ്പം ഏത് നൂറ്റാണ്ടാണെന്ന് താമസിയാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിൻ്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗമില്ലേ, അതൊക്കെ താമസിയാണ്ട് നമുക്ക് കിട്ടും. അതിൻ്റെ എല്ലാം പണികൾ നടക്കുന്നുണ്ട്. അത് കിട്ടിക്കൂടാ. കാരണം അതൊക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുക. ആദം അലൈഹിസ്സലാം ജനിച്ച അന്ന് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് മനുഷ്യന് എത്തിപ്പിടിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിനുള്ള സൗകര്യമെല്ലാം അള്ളാഹ് ചെയ്തു വെച്ചിട്ടുണ്ട്, എത്തിപ്പിടിക്കാനും കഴിയും. അതിൻ്റെ ഇടക്ക് ഈ 10 തല 20 കൈയൊന്നും ഉണ്ടാകുകയേ ചെയ്യില്ല. അത് നമ്മളെ നിലവിലുള്ള ബുദ്ധിക്ക് കൊലപ്പെടില്ല. അതായത് പിന്നെ ഹിമാലയം ആകാശത്തെ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ഇവിടെ എന്താ കാസർഗോട്ടുള്ള ആളെ തിരുവനന്തപുരത്തേക്ക് ആകാശത്ത് കൂടി പറന്നു പോകുന്നു. അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രകൃതിക്ക് വിരുദ്ധമാണ്, അത് നടപ്പില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞാൽ മനുഷ്യൻ പറക്കുകയും ചെയ്യില്ല. മനുഷ്യന് വിമാനത്തിൽ പോകാനൊക്കെ പറ്റും. അവർ നല്ല സംവിധാനം ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇനി ചിലപ്പോൾ റോക്കറ്റിലെല്ലാം പോകാൻ കഴിഞ്ഞേക്കും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ റോക്കറ്റിൽ അമർത്തിയാൽ അവിടെ പോയിട്ട് അസംബ്ലിയിൽ ഇരിക്കാനൊക്കെ കഴിയൂ. അതിൻ്റെ എല്ലാം സംവിധാനം അള്ളാഹ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാത്ത നിലക്ക് മനുഷ്യനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടടിച്ചിട്ട് ആകാശത്തോട്ട് പറന്നു പോവുക, അല്ലെങ്കിൽ ഹിമാലയം അതിൻ്റെ മുകളിലോട്ട് കൊണ്ട്, അതൊക്കെ രാമാനന്ദ സാഗർ വെറുതെ നമ്മളെ പോക്കറ്റ് അടിക്കാൻ വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്ന നമ്പറുകളാണ്. അതിൽ നമ്മൾ പെട്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ മനുഷ്യനാണ്, എല്ലാവരും മനുഷ്യത്തിൽപ്പെട്ട ആളാണ്. അതിൽ ഈ പറയപ്പെട്ട ഞാൻ പറഞ്ഞ ദിലീപ് കുമാർ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ബഹുമാന്യ ഒരു നടനാണ് ദിലീപ് കുമാറും. ഇടക്കാട്ട് എൻ്റെ നാട്ടുകാരനായ അത്യോട്ട പോക്കർ, നിങ്ങൾക്കൊന്നും അറിയില്ല. അത്യോട്ട പോക്കറെല്ലാം അതേ കാറ്റഗറിയിലുള്ള ആളാണ്. അതിങ്ങനെ ജനിച്ചുകൊണ്ടേ മരിച്ചുകൊണ്ടേ. അപ്പോൾ അതിൽപ്പെട്ട സംഭവങ്ങൾ ആണ് നമ്മളെ മുമ്പിലുള്ളത്. അപ്പോൾ അതിങ്ങനെ വളർന്നിട്ട് ആ ആളുകളെ നേരത്തെ എന്നോട് ചോദിച്ചല്ലോ മുഹമ്മദ് നബിയുടെ ദൗത്യം എന്താണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ ദൗത്യം എന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ. ഒരിടത്ത് അള്ളാഹു പറയൂലേ, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ എന്ന് പറഞ്ഞാൽ ആ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയാണ് നബിയെ നിയോഗിച്ചിട്ടുള്ളത്. അത് നബി എത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ലാത്ത ആളുകളെ അള്ളാഹ് തന്നെ മാറ്റി നിർത്തും. അവർക്ക് മാറി നിൽക്കേണ്ടത് വരും. അങ്ങനെ 1-ാം തീയതി മുതൽ ആദം നബിൻ്റെ കാലം മുതൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കാബീൽ ഹാബീൽ എന്ന കഥ പറയുമ്പോഴല്ലോ അവിടെയും വിമതന്മാരുണ്ടല്ലോ. അന്ന് മുതലേ ഉണ്ട്, ഇന്നും ഉണ്ട്, ഭാവിയിലും ഉണ്ടാവും. അതെല്ലാം അള്ളാഹിൻ്റെ സുന്നത്തിൻ്റെ ഭാഗമാണ് തന്നെയാണ്. അങ്ങനെ എതിർക്കുന്ന കൂട്ടരും നരകാവകാശികളും സ്വർഗാവകാശികളും ഒക്കെ അള്ളാഹ് സൃഷ്ടിച്ച് വിട്ടിട്ടുണ്ട്.
അതിലൊന്നും നമുക്ക് കൈകടത്താനൊന്നും പറ്റില്ല. നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്ന ലോകം നിറഞ്ഞു നിൽക്കുന്ന റസൂൽ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചാൽ ഈ ലോകം മുഴുവനും നബി നിറഞ്ഞു നിൽക്കുകയാണ്. ലോകത്തിൻ്റെ ഒരു കോർണറിലും നബി ഇല്ലാത്ത ഒരു കോർണർ ഉണ്ടാവില്ല. നബിനെ തിരിച്ചറിയാണ്ട് ആയി പോവുക, ഇതൊക്കെ നബിനെ കണ്ടിട്ടില്ലാത്ത, നബിനെ കേട്ടിട്ടില്ലാത്ത ആളൊന്നും ഉണ്ടാവില്ല. കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യും. ചിലർക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും. അത് അള്ളാഹിൻ്റെ സുന്നത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ നമുക്കൊന്നും പറയാനൊന്നും കഴിയില്ല. അപ്പോൾ അതിൽപ്പെട്ടപ്പോൾ മതപ്പാർട്ടികൾ ഇസ്ലാമിനെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ ചെയ്യുന്നുണ്ടല്ലോ. ഒന്നും ചെയ്യേണ്ടതില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ അത് നടപ്പിലായിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മളായിട്ട് അതിൻ്റെ പുതിയ ഫോർമുലയൊന്നും ആവിഷ്കരിക്കണ്ട. ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ, ഞാൻ 1972 73 അറിയില്ല. എൻ്റെ സ്വന്തം നാട് കണ്ണൂർ ജില്ലയിലെ എടക്കാട് ഗ്രാമമാണ്. തീവണ്ടി ഓഫീസിൻ്റെ എടക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശം ഒരു 10 മിനിറ്റ് നടന്നാൽ എൻ്റെ പറമ്പിലെത്തും, എൻ്റെ പെരയിലെത്തും. ഇടക്ക് എൻ്റെ ഭാര്യ ബീവിയും മക്കളും ഒരേട്ടത്തി ജമീൽ താത്താൻ്റെ വീട്ടിൽ കണ്ണൂർ താഴത്തെരുവ് എന്ന സ്ഥലത്ത് വിരുന്ന് പോയതാണ്. അവിടെ താമസിക്കുക. അപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് പോയി എടക്കാട്ട് പോയി എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നാസ്തയൊക്കെ കഴിച്ചിട്ട് ഞാൻ അവരെ കാണാൻ കണ്ണൂരേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾ തലശ്ശേരിയൊക്കെ പോകുന്നത് തൊട്ട മുമ്പിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ വണ്ടിയിൽ കയറിയിട്ടാണ്, തീവണ്ടിയിൽ ഏറ്റവും എളുപ്പം. അപ്പോൾ എൻ്റെ പറമ്പിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ പ്ലാറ്റ്ഫോമിലെത്തും, സ്റ്റേഷനിലെത്തും. ഞാൻ കണ്ണൂർ പോയി ഇറങ്ങി. അവിടെ നിന്ന് 20 മിനിറ്റ് തെക്കോട്ട് നടന്നാൽ ഈ ജമീൽ താത്താൻ്റെ വീട്ടിലെത്തും. അപ്പോൾ ഞാൻ എടക്കാട്ട് നടക്കും പോലെ റെയിലിൻ്റെ മുകളിൽ കൂടി നടന്നു. ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ താവക്കരയിലെത്തി. അപ്പോൾ എനിക്കൊരു ചെറിയൊരു അമളി പറ്റിയത് ബോധ്യമായി. കാരണം എടക്കാട് റെയിൽവേ സ്റ്റേഷനിൻ്റെ റെയിൽവേ ലൈനിലേക്ക് കൂടി നടന്നിട്ട് പോയാൽ പറമ്പിൽ കയറാം. കണ്ണൂരിൽ നിന്ന് അങ്ങനെ നടന്നു നോക്കുമ്പോൾ അത് 30 അടി പൊക്കത്തിലാണ് പാളമുള്ളത്. 30 അടി താഴത്താണ് വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടിട്ട് ഇനി ഞാൻ എങ്ങനെയാണ് ഇവിടെ താഴത്തെരുവിലെത്തി അങ്ങോട്ട് ഇറങ്ങുക? ഇതാലോചിക്കുമ്പോൾ താഴത്ത് നിന്ന് ഒരു താത്ത എന്നെ വിളിച്ചു. ഞാൻ പെട്ടെന്ന് കണ്ണൂർ താവക്കരയിൽ എന്നെ അറിയുന്ന താത്ത ആരാണ്? ആജിക്ക ഒന്ന് നിൽക്കേ എന്ന് പറഞ്ഞ് താഴത്ത് വിളിക്കുകയാണ്. ഞാനവിടെ നിന്നു. വളരെ സാഹസപ്പെട്ടിട്ട് ആ താത്ത മുകളിൽ കയറി വന്നു. ആജിക്ക, നിങ്ങളെപ്പോലത്തെ 4-5 ആളുകൾ വന്നിട്ട് എൻ്റെ കുട്ടികളെ ഉപ്പാന കമ്പോളത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ എന്ത് പറ്റി, എന്താ സംഭവിച്ചത്? അല്ല, മൂപ്പർക്ക് ഹാജി റോഡിലെ അരിപ്പീടിയിലേക്ക് ഗുദാമെന്ന് കൈവണ്ടിയിൽ അരി വലിച്ചു കൊണ്ടുപോകുന്ന പണിയായിരുന്നു. അപ്പം കൈവണ്ടിയിൽ അരിയായിട്ട് വലിച്ചു പോകുമ്പോൾ 5-6 ആൾ തടുത്ത് നിർത്തി പറഞ്ഞു, സ്വർഗത്തിൽ പോണ്ടേ, ഇത് കാലാകാലം ഈ വണ്ടിയും വലിച്ച് നടന്നാൽ മതിയോ, നമ്മളെ കൂടെ വാന്ന് പറഞ്ഞിട്ട് മൂപ്പരെയും കൂട്ടിയിട്ട് പോയി. എവിടെയാണ് പോയത്, എന്താ ഒന്നും അറിയില്ല ആജിക്ക, ഞാനും മക്കളും 3 ദിവസമായിട്ട് പട്ടിണിയിലാന്ന് പറഞ്ഞു. ഞാൻ വല്ലാതെ മാനസികമായിട്ട് വല്ലാതെ അമർഷവും ദേഷ്യവും വന്നെനിക്ക്. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു, നിങ്ങളാ വിചാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ എടക്കാട്ടുകാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും ഇവിടെ ഏട്ടത്തിൻ്റെ പുരയിലുണ്ട്, ഇതാ കാണുന്ന പുരയിൽ. വീട് 10 മിനിറ്റും കൂടെ നടന്നാൽ പുര അവിടെ നിന്ന് കാണുന്നുണ്ട്. അവിടത്തേക്ക് വന്നതാണ് ഞാൻ. ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. പിന്നെ ഈ മുണ്ട് ഞാൻ ചുമലിലിടുന്ന മുണ്ട് വെയിലായതുകൊണ്ട് തലയിൽ ചുറ്റിയതാണ്. എനിക്ക് താടിയുമുണ്ട്. അപ്പോൾ അവർ ആജിക്കാതെല്ലാം വിളിച്ച് വന്നപ്പോൾ ആരോ ഒരു ആജിക്കാന്നുള്ളവരൊക്കെയാണ് വന്നത്. ഇതാ 10 റുപ്യ തൽക്കാലം നിങ്ങൾ ഇതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും, മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ എന്നുകൊണ്ട് ഞാനവിടെ നീങ്ങി. അപ്പോൾ അതിൻ്റെ ആ ഷോക്ക്
ഒരു 50 കൊല്ലം മുമ്പാണ് ആ സംഭവം. ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്തൊരു ദുലുമായത്, അള്ളാഹിൻ്റെ ദീനിൻ്റെ പേരിൽ ഇതെന്തൊരു അക്രമമാണ് നടക്കുന്നത് നമ്മളെ കമ്പോളത്തിൽ. അപ്പോൾ എൻ്റെ കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അബുവാജി, മരിച്ചുപോയി. അദ്ദേഹം ഒരു ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഇറച്ചിക്കടക്കാരൻ്റെ കടയിൽ ഇറച്ചി വെട്ടുന്നവനെയും കൂട്ടിയിട്ട് നമ്മൾ പോയി. ഇറച്ചി വെട്ടുന്നവനോട് വിളിച്ച് പറഞ്ഞ് സ്വർഗത്തിൽ പോകണ്ടേ, നമ്മളെ കൂടെ വാന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈതൽ ജമാഅത്തിൽ കൂട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു. അതും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഇറച്ചി വെട്ടുന്നവന് പെട്ടെന്ന് എങ്ങനെ പോയിട്ട് സ്വർഗത്തിൽ പോവുക? വേറെ ഒരു കാര്യം, എൻ്റെ അളിയൻ അബ്ദുസമദ് എന്നോട് പറഞ്ഞു തന്നത്, ദേവത്തിന് വേണ്ടി പോവുകയാണ് ആഫ്രിക്കയിലേക്ക്. വഴിയിൽ വിമാനത്തിൽ വെച്ചിട്ട് ഒരു യൂറോപ്യൻ പോപ്പ് ഗായകനെ പരിചയപ്പെട്ടു. പോപ്പ് സംഗീതം പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പം അയാൾ പെട്ടെന്ന് ഇസ്ലാമാകാൻ സന്നദ്ധനായിട്ട് ഷഹാദത്ത് ചൊല്ലി ഫ്ലൈറ്റിൽ വെച്ചിട്ട്. വിമാനം ഫ്രാങ്ക്ഫർട്ടാ. അവിടെ എത്തിയപ്പോൾ നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകാൻ വേണ്ടി ട്രാൻസിറ്റ് ലോഞ്ചിലേക്ക് മാറി. അയാൾ എങ്ങോട്ടാണ് പോയതെന്നറിയില്ല, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാൾ അവിടുന്ന് പിന്നെ എങ്ങോട്ടാണ് പോയി അതറിയില്ല, ഷഹാത്തി വലിയിരുന്നു. അപ്പോൾ ഈ 2-3 സംഭവങ്ങളിങ്ങനെ എന്നെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ ഇസ്ലാം? ഇതാണോ അള്ളാഹുവിൻ്റെ റസൂല് നടപ്പിലാക്കിയ ഇസ്ലാം? ഇങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത്. അതേസമയത്ത് എന്താണ് ഇസ്ലാമിൻ്റെ കഥ? ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കഥ. ഇസ്ലാം അള്ളാഹുവിൻ്റെ റസൂല് ഇതാ ദൗത്യം എന്ന് ചോദിച്ചില്ലേ? അവിടുത്തെ ഉദാഹരണത്തിന് ഉസ്മാൻ ബിൻ തൽഹ എന്ന് പറയുന്നത് ഖുറൈശികളിലെ ഒരു കാര്യപ്പെട്ട ഗോത്രത്തലവനാണ്. മക്ക ഫതഹിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണികളോട് പറഞ്ഞു, എനിക്ക് ഈ കഅബത്തിൽ 2 റക്അത്ത് നിസ്കരിക്കണം, ഇതൊന്ന് തുറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കഅബ പൂട്ടിക്കിടക്കുക. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഏതോ ഒരുത്തൻ പറഞ്ഞു, താക്കോൽ ഉസ്മാൻ്റെ കൈവശ, അയാൾക്കാണ് കഅബത്തിൻ്റെ ഇതിൻ്റെ കസ്റ്റോഡിയൻ. അദ്ദേഹം ഇവിടെ, അദ്ദേഹം ഈ കഅബത്തിൻ്റെ മട്ടുപ്പാവിൽ സർപ്പാളയുടെ അടിയിൽ ഒളിച്ച് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അലി, നീ പോയിട്ട് ആ താക്കോല് മേടിച്ചിട്ട് വന്നു. അലി മുക്കത്തിൽ കയറിപ്പോയി ഉസ്മാനോട് പറഞ്ഞ് താക്കോല്. ഉസ്മാൻ പറഞ്ഞ് ഞാൻ താക്കോല് തരൂല്ല, മുഹമ്മദിനെ ഞാൻ അംഗീകരിക്കുന്നില്ല താക്കോല്. അലി ഭയം പ്രയോഗിച്ച് താക്കോല് കൈവശപ്പെടുത്തി താഴത്ത് വന്ന് നബിയോട് സംഗതി പറഞ്ഞു. കഅബം തുറന്നു കൊടുത്തു. നബി 2 റക്അത്ത് നിസ്കരിച്ച് കഅബം പൂട്ടിയിട്ട് താക്കോല് വീണ്ടും അലിയുടെ കൈ കൊടുത്തിട്ട്, അലി ഇത് കൊണ്ടുപോയിട്ട് ഉസ്മാന് കൊടുക്ക്, നീ അയാളോട് കാണിച്ചിരിക്കുന്ന ദുലുമിനെ മാപ്പ് ചോദിക്കുക. താക്കോൽ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത്. അലി അതുമായിട്ട് വീണ്ടും മുകളിൽ പോയപ്പം ഉസ്മാൻ വളരെ രൂക്ഷമായ നിലക്ക് അങ്ങേയറ്റത്തെ രൗദ്രഭാവത്തിലിരിക്കുന്നു. ഇതാ താക്കോല്, എനിക്ക് വേണ്ടെന്ന് പറയാം. അല്ല, ഇത് വാങ്ങണം ഉസ്മാൻ, ഞാൻ താങ്കളോട് കാണിച്ചു പോയ ദുലുമിനെ എനിക്ക് മാപ്പ് തരണം. താക്കോൽ താങ്കൾക്ക് തിരിച്ചു തരാനും എനിക്ക് മാപ്പ് ചോദിക്കാനും നബി എന്നെ നിയോഗിച്ചയച്ചത്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ നടക്ക് താഴത്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അലിയെയും കൂട്ടി ഉസ്മാൻ താഴത്ത് വന്നു. താഴത്ത് വന്ന ഉടനെ ഉസ്മാൻ പറഞ്ഞ്, അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്താന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ ഇസ്ലാമിലേക്ക് വന്നു. ഉസ്മാൻ്റെ എൻ്റെ ഗോത്രവും ഇസ്ലാമിലേക്ക് വന്നു. നബിയുടെ അച്ചീവ്മെൻറ്റ്. അത് കഴിഞ്ഞ് നബി പബ്ലിക്കിനെ സംബോധന ചെയ്തു, എൻ്റെ ജനങ്ങളെ, ഞാൻ നിങ്ങളെ എന്താ കാട്ടേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം മറുപടി പറഞ്ഞു, നല്ലവനായ ബാപ്പയുടെ നല്ലവനായ മോനല്ലേ, നന്മയല്ലാണ്ട് താങ്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, ആർക്കെതിരിലും ഒരു നടപടിയില്ല, എല്ലാവർക്കും പോകാവുന്നതാണെന്ന്. അങ്ങനെ ഒന്നടങ്കം ഫ്രീ. 90% ആളുകൾ അപ്പം തന്നെ ഇസ്ലാമിലേക്ക് വന്നു. നബിയുടെ ആ ഒരു നടപടിയിൽ 90% ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. നബിയുടെ നടപടി ഇതൊക്കെയാണ് നബിയുടെ 1, 2, 3, 4 എന്ന് എണ്ണിപ്പറയാവുന്ന സംഭവങ്ങളുടെ പരമ്പര.
ഈ സ്ഥാനത്ത് നമ്മളെങ്ങനെയാണ് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നത്, എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മൾ മതപ്പാർട്ടികളായിട്ട് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സംഭവം എൻ്റെ അനുഭവത്തിലുള്ളത് ഒരു 30 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ഇവിടെ കോഴിക്കോട് എനിക്കും കൂടി കണക്ഷനുള്ള ഒരു കുടുംബം, അവരുടെ ആസ്ഥാനം കൊടിയത്തൂരാണ്. അവരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു ആദിവാസി പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു. കുടുംബത്തിൻ്റെ മഹിമക്ക് ഒട്ടും ചേരാത്ത ഒരു ബന്ധമായിപ്പോയത്. അവർ കുടുംബം ഒന്നടങ്കം അതിന് വേണ്ടിയിട്ട് പെടാപ്പാടെല്ലാം പെട്ടു. ഒരുപാട് സംഭാഷണങ്ങളും പിന്നെ മുലാഖാത്തും പോക്കും വരുത്തും ഒക്കെ നടത്തിയിട്ട് വിജയിക്കുന്നില്ല. അപ്പോൾ അവർ ഉടനെ പാർട്ടിയുടെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് എല്ലാവരും കൂടി പോയി. അവിടെ പോയിട്ട് അമീർ അവറുകളെ കണ്ടു. അന്നത്തെ അമീർ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു അറബി അധ്യാപകനാണ്. അറബി അധ്യാപകനാണ് എന്നതിൽ കവിഞ്ഞ വേറെ ഏതെങ്കിലും കോഴ്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നൈപുണ്യമുള്ളതായിട്ട് എനിക്കൊന്നും അറിവിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു എന്നും എനിക്കറിയില്ല. ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സംഭവം കേട്ടപ്പോൾ ഞാനെന്താ ചെയ്തതെന്നറിയോ? ഞാൻ ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ ചാത്തു മാഷ് പഠിപ്പിച്ച ഒരു കഥ ഓർമ്മ വന്നെനിക്ക്, വിക്രമാദിത്യൻ്റെ കഥ. അപ്പോൾ ഞാൻ DC ബുക്സിൽ പോയിട്ട് വിക്രമാദിത്യൻ്റെ ഒരു പുസ്തകം മേടിച്ചു 15 ഉറുപ്പ്യ കൊടുത്തിട്ട്. അതിൽ ഇങ്ങനത്തെ കഥയുണ്ട്. അപ്പോൾ അതിൽ എന്താ വിക്രമാദിത്യൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഒരു കറുത്ത കല്ലുണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ വിക്രമാദിത്യ മഹാരാജാവ് കയറി നിന്നാൽ പ്രജകളുടെ സങ്കീർണ പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് പരിഹാരം ബോധ്യപ്പെടും. അങ്ങനെയാണ് ആ കഥയുടെ ചുരുക്കത്രയേ ഉള്ളൂ. അത് ഐതിഹ്യമാണ്, കുറേ അധികം എന്തെല്ലാം ഉണ്ട്. അതിന് ചുരുക്കം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വല്ല കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കലാണോ അമീർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു യുക്തി അങ്ങനെയാണ്. എന്നാൽ വിക്രമാദിത്യൻ്റെ കഥ വാങ്ങി നോക്കാം. വിക്രമാദിത്യന് ഈ പ്രജ ആരാന്നും അറിയേണ്ടതില്ല. അയാൾ കലിമ കയറുമ്പോൾ അയാൾക്ക് തലച്ചോറ്റിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻ വരും. അതുപോലെ ഈ അറബി അധ്യാപകൻ കലിമ കയറി എന്നാൽ കൊടിയത്തൂരും, അദ്ദേഹം കൊടുങ്ങല്ലൂർക്കാരനാണ്. അപ്പോൾ കൊടിയത്തൂർ എവിടെയാണ് എന്താണെന്നല്ല അയാൾക്കറിയില്ലല്ലോ. പക്ഷെ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുക? നമ്മൾ ഇങ്ങനെയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടി വരിക? ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സമീപിച്ച കഥകളുണ്ട്. ഒരു പെൺകുട്ടി പ്രവാചകനെ കാണാൻ വന്നു. എന്താ കാര്യം? അത് എൻ്റെ ബാപ്പ എനിക്ക് സമ്മതമില്ലാത്ത ഒരാൾക്ക് എന്നെ നിക്കാഹ് ചെയ്ത് കൊടുത്തു കളയെന്ന് പറഞ്ഞു. തെറ്റ്. പെൺകുട്ടിയുടെ സമ്മതമില്ലാത്ത നിക്കാഹ് ഇസ്ലാമിൽ ജായിസല്ല, ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം പൊട്ടി പറഞ്ഞു, വേണ്ട നബിയെ, എൻ്റെ ബാപ്പാൻ്റെ ഇജ്ജത്തിനെ ഞാൻ ക്ഷതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് നിയമം എന്ന് സമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നതെന്ന് പറഞ്ഞു. ഒന്ന്. വേറൊരു സംഭവം, 2 യുവമിഥുനങ്ങൾ, ഒരാണും ഒരു പെണ്ണും, വീതിയുടെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ ഉല്ലാസവതികളായിട്ട് നടന്നു വരുന്നു, കൈകോർത്ത് പിടിച്ചിട്ട്. കവലയിലെത്തിയപ്പോൾ എതിരിൽ ഒരു പാട്ടി വന്നു. പാട്ടി ഇവരെ കണ്ടപ്പോൾ എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇത്ര പൗസാക്കായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ പാർക്കിൽ പോവാണ് പാട്ടി, ഞങ്ങൾ കല്യാണം കഴിച്ചു കേട്ടോ. കല്യാണം കഴിക്കേ? അതെങ്ങനെ? ഞങ്ങൾ കല്യാണം കഴിച്ച് 6 മാസമായി. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ മുല തന്നിട്ടുണ്ടല്ലോ, നിങ്ങളെങ്ങനെ കല്യാണം കഴിക്കലെന്ന് ചോദിച്ചു. ആൾ കൂടി. ഇപ്പോൾ പറഞ്ഞ് തൊട്ടടുത്ത മദീന മസ്ജിദിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു.
വിഷയം അവതരിപ്പിച്ചു. പാടില്ലല്ലോ, മുലകുടി ബന്ധത്തിലുള്ള കല്യാണം ഇസ്ലാമിൽ ജായിസല്ല, ഇപ്പോൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അല്ല നബിയെ, ഞങ്ങൾ തൃപ്തരാണ്, നിങ്ങളെ തൃപ്തി കൊണ്ടൊരു കാര്യമില്ല, ഇസ്ലാമിൻ്റെ ഷറൈനെ പാടില്ല, ഇപ്പം തന്നെ വേർപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ വേർപ്പെടുത്തി. മൂന്നാമത്തെ ഒരു സംഭവം, ഒരു സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു പറഞ്ഞ് ഒന്ന് നബിയെ കാണണം. അപ്പോൾ ആയിഷ കാണിച്ചു കൊടുത്തു. വലത്ത് വശത്തുള്ള ഒരു കർട്ടൻ, അതിൻ്റെ അപ്പുറത്ത് നബി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ആ സ്ത്രീ കർട്ടൻ്റെ അപ്പുറത്ത് പോയി നബിയായിട്ട് സംസാരിച്ചു. ഇപ്പോൾ കർട്ടൻ മറയായതുകൊണ്ട് എന്താ സംസാരിച്ചതെന്ന് ആയിഷ കേട്ടിട്ടില്ല. പക്ഷെ 7 ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് അള്ള കേട്ട് ഈ സ്ത്രീ എന്താ നബിയോട് സംസാരിക്കുന്നത്. പെട്ടെന്ന് ആയത്തിറങ്ങി, അതിൻ്റെ പരിഹാരവും പണിഷ്മെൻറ്റും. അപ്പോൾ തന്നെ ആയത്തിറങ്ങി, സൂറത്ത് മുജാദില അങ്ങ് പുറത്തു വന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക ദഅവത്തും ദീനി പ്രബോധനമൊക്കെ. നമ്മൾ കാട്ടുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ കുറേ കഥ പറഞ്ഞില്ലേ. ഇതുകൊണ്ടാണ് ഇസ്ലാം നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. പൂപ്പുകാരനായ വിമാനത്തിൽ നിന്ന് സഹാത്ത് ചൊല്ലി കൊടുത്തിട്ട് ഞാൻ ഇസ്ലാമിൽ പൂപ്പുകാരനെ ചേർത്തി എന്ന് പറഞ്ഞ് നടന്നാൽ അങ്ങനെ ഉണ്ടാവും ഇസ്ലാം. അപ്പോൾ എവിടെയോ നമുക്ക് കാര്യമായ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ തെറ്റ് പറ്റിപ്പോയെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹൈദരാബാദിൽ പോകുന്ന കഥ. ഹൈദരാബാദിൽ പോകുന്നതിന് എന്താ ന്യായമുള്ളത്? 23 കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ നേരത്തെ ഓതിയില്ലേ, കുല്ലു മുഹദസത്തിൻ ബിദ്അ കുല്ലു ബിദ്അത്തിൻ വലാല കുല്ലു വലാലത്തിൻ ഫിന്നാർ. അത് 23 കൊല്ലം തുടർച്ചയായിട്ട് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്, നബി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടാണ് നമ്മൾ ഹൈദരാബാദും ഹൽക്കയും ഫർക്കയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താ ന്യായമുള്ളത്? അതും ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം? ആർക്കാ സ്ഥാപിക്കാൻ കഴിയുക? ഈ ഹൈദരാബാദ് ഖുറാനിലുണ്ടോ, അല്ലെങ്കിൽ ഹദീസിലുണ്ടോ, ഇടത്തലുണ്ടോ? അപ്പോൾ അത് ഇവർ കെട്ടിച്ചമക്കുകയല്ലേ, നബിയുടെ പേരിൽ കള്ളം ഉണ്ടാക്കുകയല്ലേ.